ആരാണ് നീ? നിങ്ങൾ നാഗമാണിക്യം മോഷ്ടിക്കുമ്പോ അവിടെ ഉണ്ടായിരുന്ന നാഗരാജാവിനെ കൊന്നില്ലേ? അന്ന് അവനൊപ്പം ഉണ്ടായിരുന്ന ഇച്ഛാധാരി നാഗകന്യക ഞാൻ തന്നെയാണ്. അതെ, ഞാനാണ് നിന്നോട് പ്രതികാരം വീട്ടാനായി ഇത്രയും നാൾ കാത്തിരുന്ന ഇച്ഛാധാരി നാഗകന്യക ശിവാനി. നിന്നോട് പകരം ചോദിക്കാനായിട്ട് തന്നെയാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് തന്നെ. കൊച്ചു പെൺകുട്ടിയായിട്ട് നിന്റെ കൂടെ കൂടിയിരുന്നതും വേറെ ആരുമല്ല, അതോ ഈ ഞാൻ തന്നെ. എന്റെ മേലെ സംശയം വന്ന് ഏതോ മാന്ത്രികനെയും കൊണ്ടുവന്ന് ദിഗ്ബന്ധനത്തിലാക്കിയില്ലേ നീ? ആ നാഗകന്യക വേറെ ആരുമല്ല, ഞാനാണ്. പതിനാല് വർഷത്തെ ദിഗ്ബന്ധനത്തിൽ നിന്നും മോചനം നേടി നിന്റെ ജാതകം മാറ്റി എഴുതാനായി, നിന്നോട് പ്രതികാരം വീട്ടാനായി കാത്തിരുന്ന ഇച്ഛാധാരി നാഗകന്യക, നാഗലോകത്തിലെ നാഗറാണി ഞാനാണ്. അപ്പോ നിന്റെ അച്ഛൻ ഫോറിനിലാണെന്ന് പറഞ്ഞതും നീ അവിടെ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞതും ഒക്കെ കള്ളമായിരുന്നു അല്ലേ? അതെ, എല്ലാം കള്ളമാണ്. നാഗമാണിക്യം കണ്ടെത്താനാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. നാഗമാണിക്യം കട്ടെടുത്ത ദുഷ്ടരെ അന്വേഷിക്കുകയായിരുന്നു ഞാൻ ഇത്രയും വർഷം. പക്ഷെ നീ എന്റെ കൺമുന്നിൽ ഉണ്ടായിട്ടും ഞാനത് അറിഞ്ഞില്ല. ആട്ടിൻ തോലണിഞ്ഞ ചെന്നൈയാണ് നീ. പറ, എന്റെ ആദിശേഷനെ കൊന്ന് നാഗമാണിക്യം കട്ടെടുത്തത് നീ തന്നെയല്ലേ? പറ. ശിവാനി, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്റെ കൂടെ എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എടാ തൃശൂൽ, നിനക്കെന്താ പറ്റിയത്? അവളെയാണോ നീ ഉദ്ദേശിച്ചത്? അവള് നീ വിചാരിക്കുന്ന പോലത്തെ ശിവാനി അല്ല, അത് ഇച്ഛാധാരി നാഗിനിയാ. എനിക്കറിയാം വെച്ചാ, അവൾ എന്താണെന്ന് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അത് ശരി, എന്നിട്ടാണോടാ നീ ഒന്നും പറയാതിരുന്നത്? നിനക്കൊന്ന് തുറന്ന് പറഞ്ഞുകൂടായിരുന്നോ? ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത് അവളല്ല അച്ഛാ, വേറെ ചിലരാ നമ്മൾ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതാരെ? നമ്മളൊക്കെ ദൈവത്തെ പോലെ കണ്ട് പൂജിക്കുന്ന നമ്മുടെ മുതലാളി. എടാ, നാക്കിനെല്ലില്ലെന്ന് കരുതി അദ്ദേഹം എന്ത് ചെയ്തിട്ടാ? അദ്ദേഹം തന്നെ നിന്നെ ദ്രോഹിക്കുന്നേ? എന്ത് ദ്രോഹ ചെയ്യാത്ത? കൂടെ നിർത്തിയിട്ട് നീ എന്റെ മോനെ പോലെയാ, നീ എന്റെ മോനെ പോലെയാന്ന് പറഞ്ഞ് പിന്നേന്ന് കുത്തുന്ന പണിയല്ലേ കാണിച്ചത് ഇവരല്ല. അയ്യോ, മുതലാളി എന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചതാ അച്ഛൻ. മുതലാളി, അവനെന്തോ അറിവില്ലായ്മ പറയുന്ന. ദയവായി ക്ഷമിക്കണം, ഞാൻ അങ്ങയുടെ കാല് പിടിച്ച. അച്ഛനതിന് ആ കാലിൽ പോയി വീഴാൻ നിൽക്കുന്നേ. ആരും നമ്മൾ വിചാരിച്ചതുപോലെ നല്ലവരല്ല. നീ എന്താ പറയുന്നത്? മുതലാളി എന്ത് ചെയ്തു? എടി, ഇവനോ തലയ്ക്ക് വെളിവില്ല, നീ അതിനെ പിന്താങ്ങാൻ നിൽക്കണം. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അവന്റെ വായ അടപ്പിക്കാനായിട്ട് നോക്കണ്ട. ഒരിക്കലും മുതലാളിയെ കുറിച്ച് ഒന്നും പറയാത്തവൻ ഇന്ന് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കും. നീ പറയടാ. അമ്മേ, മുതലാളി എന്നൊരു ജോലിയുണ്ടെന്നും പറഞ്ഞ് പൊളിഞ്ഞ് വീണൊരു അമ്പലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരുന്നു. അവിടെ വെച്ച് എന്നെ കൊല്ലാൻ ശ്രമിച്ചതമ്മേ.
ഞാൻ അവരുടെ ഉറക്കം കിടത്തിയെന്ന്, അവരുടെയൊക്കെ സമാധാനം ഞാൻ കളഞ്ഞുന്ന്. അതുകൊണ്ട് ഞാൻ ജീവനോടെ ഉണ്ടാവാനേ പാടില്ലെന്ന്. എന്തിനാ മുതലാളി? ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? എപ്പോഴും നിങ്ങളുടെ കൂടെ നിന്ന് വേണ്ടതൊക്കെ ചെയ്തു തന്ന ആളല്ല ഞാൻ. എന്നെ കൊല്ലാനായിട്ട് നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു? അദ്ദേഹത്തിനോട് എന്തിനാ ചോദിക്കുന്നത് തൃശൂൽ? കൊല്ലുന്നത് അദ്ദേഹത്തിന് ശീലമുള്ള കാര്യമല്ലേ? എന്റെ ആദിശേഷനെ കൊന്നു, എന്റെ സഹായത്തിനായി വന്ന നീലിയെ കൊന്നു, ഇപ്പൊ ഇത് അമൃതേ. ശിവാനി, നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്താ പറ്റിയേ? എന്തിനാ ഡാഡിയെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറഞ്ഞോണ്ടിരിക്കുന്നത്? തനിക്കെന്താ ഭ്രാന്തായോ? ത്രിവിക്രം, എന്തിനാ ശിവാനി അവനെ തടഞ്ഞത്? നിങ്ങൾ രണ്ടുപേരും ചേർന്ന് അവന്റെ അച്ഛനെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് പറയുമ്പോ ഇവനെന്താ വായും പൂട്ടി മിണ്ടാതെ നിൽക്കണോ? നീ ചോദിക്കുമോനെ. വെറുതെ ഓരോന്ന് പറയണ്ട. ഞാൻ എത്രമാത്രം വേദന അനുഭവിച്ചു എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയൂ. അദ്ദേഹം ദ്രോഹം മാത്രമാണ് എന്നോട് ചെയ്തത്. ദ്രോഹം ചെയ്ത ഒരിക്കലും ഞാനല്ല, നീയാ. ഇത്രയും നാൾ ത്രിവിക്രമനെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിച്ച് നീ എന്നോട് പ്രതികാരം ചെയ്യാൻ നോക്കുകയായിരുന്നു അല്ലേ? എന്റെ സ്നേഹം അഭിനയമല്ല. ഓഹോ, നീ ഒരു നാഗമായിരുന്നിട്ടും കൂടി എന്റെ മകനെ നീ സ്നേഹിച്ചു. ഇത് നിനക്ക് ദ്രോഹമായി തോന്നുന്നില്ല അല്ലേ? ഇല്ല, ന്യായമായ സ്നേഹം ഒന്നു ചേരാനുള്ള മോഹം മാത്രം. എന്ത് ന്യായമാടി? ഇച്ഛാധാരി നാഗമായിരുന്ന നീ എന്റെ മകനെ സ്നേഹിച്ചതാണോ ന്യായം? എന്റെ മകനെ വഞ്ചിച്ച് എന്റെ കുടുംബം നശിപ്പിക്കാൻ നോക്കിയതാണോ ന്യായം? എന്താ പറഞ്ഞേ? എനിക്ക് നിങ്ങളുടെ മകനോടുള്ള സ്നേഹം അഭിനയമാണെന്നോ? എന്റെ സ്നേഹം അഭിനയമല്ല. ഇവൻ നിങ്ങളുടെ മകനായി ജനിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇവനെ സ്നേഹിച്ചിരുന്നതാ. എന്താ? എന്റെ മകൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നീ അവനെ സ്നേഹിച്ചിരുന്നു? ത്രിവിക്രം ഈ ജന്മത്തിൽ നിന്റെ മകനായിരിക്കും, പക്ഷെ കഴിഞ്ഞ ജന്മത്തിൽ ഇവൻ എന്റെ ആദിശേഷനായിരുന്നു. നിങ്ങളുടെ ദുരാഗ്രഹം കാരണം കൊന്നുകളഞ്ഞ ആദിശേഷന്റെ പുനർജന്മമാണിവൻ. ഇവൻ തന്നെയാണ് എന്റെ ആദിശേഷൻ. നിങ്ങളുടെ ദുരാഗ്രഹം കഴിഞ്ഞ ജന്മത്തിൽ ഞങ്ങളെ തമ്മിൽ അകറ്റി. പക്ഷെ ഞങ്ങളുടെ സ്നേഹം അത്രയും ആത്മാർത്ഥമായതുകൊണ്ടാ ഈ ജന്മത്തിൽ ആദിശേഷൻ ത്രിവിക്രമനായി പുനർജന്മം എടുത്തിരിക്കുന്നത്. അവനെ തിരിഞ്ഞു തന്നെയാ ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് തന്നെ. ശിവാനി, ഞാൻ ആദിശേഷനോ? ഞാൻ ആദിശേഷനല്ല, ഞാൻ ത്രിവിക്രം. അത് ഈ ജന്മത്തിലല്ലേ? കഴിഞ്ഞ ജന്മത്തിൽ നീ തന്നെയാണ് എന്റെ ആദിശേഷൻ. ശിവാനി, ഞാൻ ആദിശേഷനല്ല. നിനക്ക് പഴയതൊന്നും ഓർമ്മയില്ല. നമ്മുടെ സ്നേഹം ജന്മജന്മാന്തരങ്ങളായിട്ടുള്ളതാ. കഴിഞ്ഞ ജന്മത്തിൽ ഒരു പൗർണമി ദിവസം നമ്മൾ രണ്ടുപേരും നാഗവനത്തിൽ സന്തോഷത്തോടെ കഴിഞ്ഞുകൊണ്ടിരുന്നപ്പോ ഇവരെല്ലാവരും നാഗമാണിക്യം കട്ടെടുക്കാനായി നാഗലോകത്തിലേക്ക് നുഴഞ്ഞു കയറി. നീ എന്നെ മാറ്റി നിർത്തി അവരെ തടയാനായി പരിശ്രമിച്ചു. പക്ഷെ അവര് നാഗമാണിക്യം നേടാനായി നിന്നെ അങ്ങ് കൊന്നുകളഞ്ഞു. നമ്മൾ തമ്മിൽ അകറ്റാണ് ചെയ്തത്.
നാഗലോകത്ത് നിന്നും ഒരുപാട് ദൂരെ ഉണ്ടായിരുന്നു. നിന്റെ ആത്മാവ് ഈ ഭൂമിയിലെത്തി പുനർജന്മം നേടുകയും ചെയ്തു. എത്ര ജന്മമെടുത്താലും കൂടെ തന്നെ ഉണ്ടാകുമെന്ന് എനിക്ക് തന്ന വാക്ക് നീ വീണ്ടും ദൃഢപ്പെടുത്തുകയാണ് ചെയ്തത്. ഓർത്തു നോക്കൂ ആദിശേഷ, നമ്മൾ രണ്ടുപേരും നാഗലോകത്തിൽ സന്തോഷത്തോടെ കഴിഞ്ഞതും നീ യുവരാജാവായി നാഗലോകത്തിൽ വാണതും എല്ലാം ഒന്ന് ഓർത്തെടുക്കാൻ നോക്കൂ. ആദിശേഷ, നിന്നെ കണ്ടെത്താനായി ഞാൻ എത്ര കഷ്ടപ്പെട്ടു എന്നറിയോ നിനക്ക്? ഒരു ചെറിയ പെൺകുട്ടിയുടെ രൂപത്തില് നിന്നെ അന്വേഷിച്ച് ഞാൻ ഈ വീട്ടിലേക്ക് വന്നിരുന്നു. നീ തന്നെയാണോ എന്റെ ആദിശേഷൻ എന്നറിയാനായിട്ട് എന്തെല്ലാം ശ്രമങ്ങൾ ഞാൻ നടത്തിയെന്നറിയോ? അവസാനം അതിൽ ഞാൻ വിജയിച്ചു. എന്റെ സ്നേഹം എനിക്ക് തിരികെ കിട്ടി. ശിവാനി തെറ്റായി ചിന്തിച്ചോണ്ടിരിക്കുക. എന്റെ ആദിശേഷൻ അവനല്ല, ഞാനാണത്. കള്ളം, നീ എന്റെ ആദിശേഷനല്ല. എന്റെ ആദിശേഷൻ ത്രിവിക്രമനാണ്. നിനക്ക് വേണ്ടി ഇവിടെ പുനർജനിച്ച ആദിശേഷൻ ഞാനാണ്. ആദിശേഷന്റെ ആത്മാവിരിക്കുന്നത് ഈ എന്നിൽ തന്നെയാ. കള്ളം പറയാ നീ. ത്രിവിക്രമാണ് എന്റെ ആദിശേഷൻ. നീ എന്നെ സ്നേഹിക്കുന്നു എന്ന കാരണം കൊണ്ട്, ഞാനും ത്രിവിക്രമനും ഒന്നാകരുതെന്ന കാരണം കൊണ്ട് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. നോക്ക്, എന്റെയും ത്രിവിക്രമന്റെയും സ്നേഹം ജന്മജന്മാന്തരങ്ങളായിട്ടുള്ളതാ. നീ തെറ്റിദ്ധരിച്ചിരിക്ക. പൗർണമി രാത്രിയിൽ നാഗങ്ങൾ സമ്മേളിക്കുന്ന സമയത്ത് നിന്റെ കൂടെ ഉണ്ടായത് ഞാനായിരുന്നു. പരമേശ്വരന്റെ മുമ്പിൽ പതിപത്നിമാരായി മാറുമെന്ന് വാഗ്ദാനം തന്നത് ഞാൻ തന്നെയായിരുന്നു. പരമേശ്വര, ഈ നാഗലോകത്തിൽ പ്രകാശം പരത്തുന്ന പൂർണ്ണചന്ദ്രനെ സാക്ഷിയാക്കി അങ്ങയുടെ സന്നിധാനത്തിൽ വെച്ച് പതി പത്നിമാരാകുന്ന ഞങ്ങളെ അങ്ങ് അനുഗ്രഹിച്ചാലും. നമ്മുടെ രണ്ടുപേരുടെയും ഇഷ്ടം കണ്ട ആ പരമേശ്വരൻ നമുക്ക് സമ്മതം നൽകിയത്. നീയാണെങ്കിൽ മൗനത്തോടെ ആണെങ്കിൽ സമ്മതിക്കായിരുന്നു. ശിവാനി, സാക്ഷാൽ മഹേശ്വരൻ സമ്മതമരുളി. നിനക്കും സമ്മതം തന്നെയല്ലേ? ഞാനും നീയും ഹാരാർപ്പണം നടത്തിക്കൊണ്ട് പുതിയൊരു ജീവിതം ആരംഭിച്ചു ശിവാനി. പരമേശ്വരന്റെ സന്നിധിയിൽ 7 ജന്മത്തിലും ഞാനും നീയും പതിപത്നിമാരായി ജീവിക്കുമെന്ന വാക്കും നൽകിയിരുന്നു. 7 ജന്മത്തിലും നമ്മൾ പതിപത്നിമാർ തന്നെയായിരിക്കും. സൃഷ്ടിയുടെ അവസാനം വരെയും നമ്മുടെ സ്നേഹം അനശ്വരമായിരിക്കുമെന്ന വാക്കും നൽകി. സൃഷ്ടിയുടെ അവസാനം വരെയും നമ്മുടെ പ്രണയം അനശ്വരമായിരിക്കും. അല്ല അല്ല, നീയല്ല എന്റെ ത്രിവിക്രം. ഞാനാണ് ആദിശേഷൻ. ആദിശേഷൻ ഞാനാണെന്നതിന് നിനക്കെന്തെങ്കിലും തെളിവ് വേണോ? നോക്കവിടെ, നാഗലോകത്തിന്റെ യുവരാജാവൻ ഉണ്ടാവാറുള്ള മറുക് നോക്ക്.
അതവനില്ല. എന്താന്ന് വെച്ചാൽ അവൻ ആദിശേഷനല്ല. ഇല്ല, ത്രിവിക്രമന്റെ കയ്യിലും അങ്ങനെ ഒരു മറുകുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ടത്. കാണിക്കേ, നിന്റെ ആ മറുക് കാണിച്ചേ. മറുകില്ല. ശിവാനി, ആദിശേഷ, അതെ ശിവാനി, ഞാനാണ് നിന്റെ ആദിശേഷൻ. ശിവാനി, ആദിശേഷ, ശിവാനി, ഇനിയും നിനക്ക് സംശയമാണോ? ശിവാനി, കൈലാസേശ്വരന് മേലാണ്, നാഗലോകത്തിന് മേലാണ്, നാഗമാണിക്യത്തിന് മേലാണ് സത്യം. ഞാൻ നിന്റെ കൂടെ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. നീയാണ് സത്യം. എന്നും നിന്റെ നിഴലായി കൂടെ ഉണ്ടാകും ഞാൻ. ഇത്രയും നാളും എന്റെ കൺമുന്നിൽ തന്നെ ഉണ്ടായിട്ടും നീയാണ് എന്റെ അതിശേഷനെന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ. ഞാൻ ചെയ്ത പരീക്ഷണങ്ങളിലൊന്നും അത് തെളിഞ്ഞില്ല. എനിക്ക് വലിയ തെറ്റ് പറ്റിപ്പോയി ആദിശേഷ. എന്നോട് ക്ഷമിക്കൂ, എന്നോട് ക്ഷമിക്കൂ ആദിശേഷ. ഓരോ ദിവസവും എന്റെ അടുത്തേക്ക് വന്ന് എന്നെ സ്നേഹിക്കണം, എന്നെ സ്നേഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നില്ലേ? ഞാൻ പക്ഷെ അത് കേട്ടതായി ഭാവിച്ചില്ല. ഞാൻ എന്ത് പാപിയാണ്. എന്നോട് ക്ഷമിക്കൂ അതിശേഷ, എന്നോട് ക്ഷമിക്കൂ. ഓർമ്മയില്ലേ, സ്നേഹിക്കുന്നവർ തമ്മിൽ ഒരിക്കലും ഇതുപോലെ ക്ഷമയാചിക്കാൻ പാടില്ലെന്ന് നീ തന്നെയല്ലേ പറയാറ്? എന്നിരുന്നാലും ഞാൻ നിന്നെ എത്രയധികം വേദനിപ്പിച്ചു, എത്രത്തോളം അപമാനിച്ചു. ആയിരിക്കാം, പക്ഷെ നിന്റെ ചിരിയുണ്ടല്ലോ, എന്റെ എല്ലാ വേദനകളും മാറ്റിയിരുന്നു. നിന്റെ മുഖത്ത് എപ്പോഴും ആ ചിരി ഉണ്ടാവണം. ഈ ചിരി എപ്പോഴും ഇങ്ങനെ ഉണ്ടാവണമെങ്കിൽ നീ എന്നും എന്റെ കൂടെ തന്നെ ഉണ്ടാവണം ആദിശേഷ. കഴിഞ്ഞ ജന്മത്തിൽ എന്നെ ഒറ്റയ്ക്കാക്കി പോയ പോലെ ഈ ജന്മത്തിലും എന്നെ തനിച്ചാക്കല്ലേ. ഞാൻ എങ്ങനെയാ നിന്നെ വിട്ടുപോവാ ശിവാനി? നമ്മളെ തമ്മിൽ ഇവരെല്ലാം അകറ്റിയതല്ലേ? ഞാനും അത് തന്നെ അന്വേഷിച്ചു വന്നതാണ് അതിശേഷ. അന്ന് എന്താ ഉണ്ടായത്? ആരാ അന്ന് നിന്നെ കൊന്നത്? നമ്മൾ ഇരുവരും പരസ്പരം സമ്മതിച്ച ശേഷം സ്നേഹത്തിന്റെ മൂർധന്യാവസ്ഥയിലിരിക്കുമ്പോ ഈ ദുഷ്ടന്മാരവിടെ നാഗമാണിക്യം മോഷ്ടിക്കാൻ വേണ്ടി വന്നു. നിന്നെ അവിടെ തന്നെ നിർത്തിയതിനു ശേഷം ഞാൻ നാഗമാണിക്യം സംരക്ഷിക്കാൻ വേണ്ടി പോയതാ. ആ സമയത്ത് ഈ ദുഷ്ടന്മാരെന്നെ വലിയൊരു ചതി ഒരുക്കി കൊന്നു കളഞ്ഞതാ.
അത് വേറെ ആരുമല്ല, ഈ ദിഗ്വിജയൻ തന്നെയാ. പിന്നെ അവന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഈ നന്ദീശൻ